ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷം ഇപ്പോൾ നമ്മളെല്ലാവരും സന്തോഷത്തോടെ വരവേൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവധി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നവർ, സ്കൂളും കോളേജിലെയും അവധികൾ ആഘോഷിക്കുന്നവർ, അത്തരത്തിൽ ആഘോഷങ്ങൾ അങ്ങുമിങ്ങും നിൽക്കുന്നു. സന്തോഷ വാർത്തകളാണ് എല്ലായിടത്തു നിന്ന് കേൾക്കുന്നത്. അങ്ങനെ തന്നെ കേൾക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കാം. എന്നാൽ തൻ്റെ ക്രിസ്മസ് സമ്മാനങ്ങളുമായി അച്ഛൻ വരുമെന്ന് കാത്തിരുന്ന കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു സങ്കട വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലേക്ക് തന്നെ നിറയുന്നത് എന്ന് തന്നെ നമുക്ക് കൃത്യമായി പറയാം. ക്രിസ്മസ് സമ്മാനവുമായി അച്ഛൻ ഇപ്പോൾ എത്തും. നമുക്ക് ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കാം. അതാകുമ്പോൾ അച്ഛൻ വരുമ്പോൾ ഉടനടി നമുക്ക് സമ്മാനം എന്താണെന്ന് കാണാൻ സാധിക്കുമല്ലോ. അച്ഛനെ കാത്തിരുന്ന മക്കൾ പിന്നീട് അറിഞ്ഞത് ഒരു ദുരന്ത വാർത്തയാണ്. എന്നാൽ ആ വാർത്ത എങ്ങനെ ഉൾക്കൊള്ളണമെന്നറിയാതെയാണ് ആ മക്കൾ ഇപ്പോഴും കഴിയുന്നത്. മക്കൾ ആ വാർത്ത കേൾക്കാനും ത്രാണി ഉണ്ടായിരുന്നില്ല. ലിനു സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടെന്ന വിവരമറിഞ്ഞ് ഭാര്യ ജിജിയും മക്കളായ ഏഞ്ചലും ആൻഡ്രിയയും തളർന്നുപോയി. എല്ലാം അസ്തമിച്ചെന്ന് കരുതിയെടുത്ത ആ 3 ഡോക്ടർമാരിലൂടെ ലിനുവിൽ പുതുജീവൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാടും വീടും. പ്രാർത്ഥനകളുടെ മണിക്കൂറുകളായിരുന്നു പിന്നീട് കടന്നുപോയത്. എന്നാൽ ഇന്നലെ വൈകിട്ടോടെ ആ പ്രതീക്ഷയും അസ്ഥാനമായി. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പത്തനാപുരം പുന്നല ഇഞ്ചൂർ ലിനേഷ് ഭവനിൽ വി.ഡി. ലിനു വിടവാങ്ങിയെന്ന വിവരം കുടുംബത്തിനും അയൽക്കാർക്കും ഇപ്പോഴും ഞെട്ടിക്കുന്ന വിവരമായി തന്നെയാണ് മുന്നോട്ട് നിൽക്കുന്നത്. എല്ലാവരും ആ വാർത്ത കേട്ട് ഇപ്പോൾ ഭയക്കുകയാണ്. എങ്ങനെയാണ് ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ശക്തി ദൈവമേ നീ നൽകുക എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. കുഞ്ഞു കുട്ടികളാണ്. ആ കുട്ടികൾ എന്ത് പിഴച്ചു? ഇങ്ങനൊരു വിധി അവർക്ക് വിധിക്കണമായിരുന്നു. ഇങ്ങനെ ഒരു തെറ്റ് അവരോട് ചെയ്യണമായിരുന്നു. അവരെന്താണ് ഈ പ്രായത്തിൽ നിന്നോട് ചെയ്തത്? ഇങ്ങനെ ഒരിക്കലും നമ്മൾ കാണിക്കാൻ പാടില്ലായിരുന്നു. ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാനാകുന്നില്ല എന്നാണ് നാട്ടുകാർ ആ കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് തന്നെ പറയുന്നത്. വഴിയാത്രക്കാരായ 3 ഡോക്ടർമാരുടെ ഇടപെടലിൽ ജീവശ്വാസം തിരികെ കിട്ടിയ ലിനു ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാടും വീടും. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുമ്പോഴും ദീർഘദൂര യാത്രകൾക്ക് ബൈക്ക് തന്നെ തിരഞ്ഞെടുത്തിരുന്നു ലിനു. ക്രിസ്മസ് അവധി കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനുള്ള യാത്രയിലായിരുന്നു ലിനു. ഇരുചക്ര വാഹനം മറ്റൊരു ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്ന് പറയാം. ഇപ്പോൾ എല്ലാവരും ആ വേദനയിൽ തന്നെ കഴിയുകയാണ്. ബാംഗ്ലൂരിലായിരുന്നു ലിനു. 4.5 മാസം മുൻപാണ് കൊച്ചിയിലെ മൗസി ഫുഡ് കമ്പനിയിൽ ജോലിക്ക് ചേർന്നത്. മക്കൾക്കുള്ള സമ്മാനം വാങ്ങി പത്തനാപുരത്തേക്ക് വരുമ്പോഴായിരുന്നു അപകടം. നാട്ടിലേറെ സുഹൃത്ത് ബന്ധങ്ങളുള്ള ലിനുവിന്റെ വേർപാടിൽ കണ്ണീര് തീരുകയാണ് നാട്. എന്തു പറഞ്ഞ് എവിടെ നിന്ന് ആശ്വസിപ്പിക്കണമെന്നറിയില്ല. 2 മക്കളോട് എന്തു പറഞ്ഞാലാണ് അവർക്ക് ആശ്വാസമാവുകയെന്നും അറിയില്ല. സമ്മാനവുമായി വരുന്ന അവരുടെ അച്ഛൻ്റെ വാർത്തയ്ക്ക് പകരം, അല്ലെങ്കിൽ അച്ഛൻ്റെ മുഖത്തിന് പകരം അവരിപ്പോൾ കാണുന്നത് മൂടിപ്പുതച്ച അച്ഛനെയാണ്. ഒന്ന് ഉറക്കെ വിളിക്കാനോ കരയാനോ പറ്റാതെ മക്കളെ നെഞ്ചോട് ചേർത്ത് നിൽക്കുകയാണ് ഇപ്പോൾ ലിനുവിൻ്റെ ഭാര്യ. ഇത് കണ്ടു നിൽക്കാനാകാതെ നാട്ടുകാരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. അത്രയേറെ സങ്കടമുള്ള ഒരു കാഴ്ച തന്നെയാണ് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അതാണ് ഇത്രമാത്രം വിഷമം എന്ന് കൃത്യമായി എല്ലാവരും പറയുകയും അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യുന്നതെന്ന് തന്നെ പറയാം. എല്ലാവരും ഇപ്പോൾ ആ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ സങ്കടം മാത്രമാണ് പറയാനുള്ളത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.